ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് ചമ്മന്തിക്ക് വേണ്ടി തേങ്ങ എടുക്കാം. അതിനകത്തോട്ട് കുറച്ച് ഇഞ്ചി, പച്ചമുളക്, ചെറുള്ളി, പിന്നെ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ്, പുളിക്ക് വേണ്ടിയിട്ട് ഇതിനകത്തോട്ട് തൈരാണ് ചേർത്ത് കൊടുക്കുന്നത്. നമ്മുടെ പുളിക്ക് ആവശ്യത്തിനുള്ള തൈര് നിങ്ങൾക്ക് കൂട്ടിയും കുറച്ച് കൊടുക്കാം കേട്ടോ. ഇനി നമുക്കിതൊന്ന് അരച്ചെടുക്കാം. അരച്ചെടുത്തിട്ടുള്ള തേങ്ങ നമുക്ക് ഒരു പാത്രം വെക്കാം. എണ്ണ ഒഴിച്ച് അതിനകത്തോട്ട് നമുക്ക് കടുക്, ഉഴുന്നുംപരിപ്പ്, കറിവേപ്പില, വത്തലമുളകിട്ട് പൊട്ടിച്ചെടുത്തിട്ട് നമുക്ക് അരച്ച അരപ്പിനെ നമുക്ക് അതിൽ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ആ ജാറിൽ തിളപ്പിച്ചാറിയ വെള്ളം നമ്മൾ ഒഴിക്കുക. അപ്പോൾ കാരണം നമുക്ക് ചമ്മന്തി കുറേ തിളപ്പിച്ചെടുക്കുന്നത് ടേസ്റ്റ് കുറയും. തിളപ്പിക്കാതെ നമ്മൾ എടുക്കുന്നതാണ് ടേസ്റ്റ് കൂടുതൽ കേട്ടോ. അതിന് വേണ്ടി തിളപ്പിച്ചാറിയ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നമ്മുടെ ആവശ്യത്തിനുള്ള ഇത് നമുക്ക് ഉപ്പ് വേണമെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് നമ്മുടെ ആവശ്യത്തിനുള്ള ടെക്സ്ചർ നമ്മൾ നോക്കി നമുക്കിങ്ങനെ തയ്യാറാക്കി എടുക്കാവുന്നതാണ് കേട്ടോ. ഇനി നമുക്ക് കറിവേപ്പില ചട്നിപ്പൊടി തയ്യാറാക്കാനായിട്ട് ഒരു പാത്രം വെക്കാം. അതിനകത്തോട്ട് നമുക്ക് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിക്കുക. ഒത്തിരി എണ്ണ ഒഴിക്കേണ്ട, ഈ ഒരു അളവിൽ എണ്ണ ഒഴിച്ചിട്ട് ഇപ്പോൾ നമുക്കൊരു 4 പേർക്ക് കഴിക്കാനുള്ള അളവാണ് ഇപ്പോൾ ഞാൻ ഇട്ട് തരുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് അതിനകത്തോട്ട് കുറച്ച് ഉഴുന്നും പരിപ്പും പിന്നെ തൂരപ്പരിപ്പ്, കടലപ്പരിപ്പ് ഉണ്ടെങ്കിൽ കടലപ്പരിപ്പാണ് കുറച്ചുകൂടെ നല്ലത്. ഇപ്പോൾ ഞാൻ തൂരപ്പരിപ്പ് ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ നമുക്ക് കപ്പലണ്ടി ചേർത്ത് കൊടുക്കുക. പിന്നെ നമുക്ക് ഇതിനകത്തോട്ട് വേണ്ടത് ഇഞ്ചി ചെറുതാക്കി അരിഞ്ഞതും പിന്നെ വെളുത്തുള്ളി, കുറച്ച് ചെറുള്ളിയും ചേർത്ത് കൊടുത്ത് ഇത് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കുക. ഇനി നമുക്ക് അതിനകത്തോട്ട് എരിവിനുള്ള വത്തലമുളകാണ് കൊടുക്കുന്നത്, അതും ഇട്ട് കൊടുക്കുക. അതിന് ശേഷം നമുക്ക് നമ്മുടെ ആവശ്യത്തിനുള്ള പുളി നമുക്ക് നോക്കിയിട്ട് നമുക്ക് ആ പുളി ഇട്ട് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് വഴണ്ടി വരുമ്പോൾ നമുക്ക് ഇതിനകത്തോട്ട് നമുക്ക് ഒരു പിടി കറിവേപ്പില ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും അളവിന് ഇത്രയും കറിവേപ്പില ചേർത്ത് കൊടുത്താൽ മതി. കൂടുതലായിട്ടുണ്ടെങ്കിൽ രുചിക്ക് മാറ്റം വരും കേട്ടോ. അപ്പോൾ ആ ഒരു പിടി കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കുക. അതിൻ്റെ ഒപ്പം നമുക്ക് കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്കിതെല്ലാം കൂടെ നല്ല പോലെ ഒന്ന് ഇതാക്കിയിട്ട്, അപ്പോൾ നമ്മൾ ഈ ഒരു ശബ്ദം നമ്മൾ ഇതാക്കുക. ഇങ്ങനെ ഒരു ശബ്ദം നമുക്ക് വരുന്ന ആ ഒരു സമയം. അപ്പോൾ ഇതെല്ലാം നല്ല പോലെ വറുത്ത് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്തത് തണുക്കാൻ വെക്കാം. തണുത്തതിനെ നമുക്കൊന്ന് പൊടിച്ചെടുക്കാം. ഇതാണ് കറിവേപ്പില ചട്നിപ്പൊടി തയ്യാറായി കഴിഞ്ഞിട്ടുണ്ട്. സൂപ്പറാണ് കേട്ടോ. അത് നമുക്ക് തയ്യാറാക്കിയെടുക്കാം. ഇനി നമുക്കിത് ദോശയാണ്. അപ്പോൾ പണ്ടൊക്കെ ആണെങ്കിൽ മക്കൾ പറയുന്നത് ദോശയ്ക്ക് എത്ര വലുപ്പം കൂട്ടിയാലും വലുപ്പം വേണമെന്ന് പറയും. ഇപ്പോൾ പിള്ളേർ പറയുന്നത് തട്ടുദോശ മതിയെന്നാണ്. അവർക്ക് വലുപ്പം വേണ്ട. തട്ടുദോശ പുറത്തുനിന്ന് മേടിക്കുന്ന തട്ടുകടയിൽ നിന്ന് മേടിക്കുന്ന ദോശ പോലെ മതിയെന്നാണ് പറയുന്നത്. അത് നമുക്ക് എളുപ്പമാണ്. അപ്പോൾ മാവ് നല്ലതാണെങ്കിൽ തട്ടുദോശ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നമുക്കതും തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ ദോശയും തയ്യാറായി കഴിഞ്ഞു. അപ്പോൾ നമുക്ക് ഈ ചമ്മന്തിയും ഈ കറിവേപ്പില ചമ്മന്തിപ്പൊടിയും ദോശയും ചേർത്ത് നമുക്ക് കഴിക്കാം. നമുക്ക് ചമ്മന്തിയിൽ മുക്കിയിട്ട് ഈ പൊടിയിൽ മുക്കിയിട്ട് കഴിക്കാനും ഈ പൊടി മാത്രമായിട്ട് കഴിക്കാനും ഈ പൊടി വെറുതെ നമുക്കിങ്ങനെ കുറച്ച് വായിലിട്ട് നുണയാനും നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ ഇതൊരു ഇൻസ്റ്റൻ്റായിട്ട് പെട്ടെന്ന് നമുക്കൊരു കറിവേപ്പില ചട്നിപ്പൊടി തയ്യാറാക്കാനായിട്ട് ഇതുപോലെ തയ്യാറാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ ഇഷ്ടപ്പെടുന്നത് തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.